ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിക്ക് വീട്ടിൽ എത്ര രൂപ വരെ പണം സൂക്ഷിക്കാം? ഇത് നിയമപരമാണോ? ഇൻകം ടാക്സ് പ്രശ്നമാകുമോ? റെയ്ഡ് വന്നാൽ എന്ത് സംഭവിക്കും? എല്ലാം വിശദമായി നോക്കാം. ആദ്യമായി ഒരു കാര്യമാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ വീട്ടിൽ എത്ര കാശ് വെക്കാം എന്നതിന് പ്രത്യേകമായ ഒരു പരമാവധി പരിധി നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതായത് 1 ലക്ഷമായാലും 10 ലക്ഷമായാലും 50 ലക്ഷമായാലും വീട്ടിൽ വെച്ചിരിക്കുന്നത് മാത്രം കുറ്റമല്ല. പക്ഷേ ഇവിടെ പ്രധാന വിഷയം തുക അല്ല, പണത്തിന്റെ ഉറവിടമാണ് പ്രധാനപ്പെട്ടത്. ഇൻകം ടാക്സ് വകുപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പണം എവിടെ നിന്നാണ് വന്നത് എന്ന് തെളിയിക്കാൻ കഴിയണം. ശമ്പള വരുമാനമാണെങ്കിൽ സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കണം. ബിസിനസ് വരുമാനമാണെങ്കിൽ അക്കൗണ്ട് ബുക്ക്, GST രേഖകൾ, ബാങ്ക് എൻട്രികൾ ഉണ്ടായിരിക്കണം. കൃഷി വരുമാനമാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ വേണം. ഭൂമി അല്ലെങ്കിൽ വീട് വിറ്റതാണെങ്കിൽ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവായി കാണിക്കണം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ബാങ്കിൽ നിന്ന് 10 ലക്ഷം എടുത്ത് വീട്ടിൽ വെച്ചാൽ പ്രശ്നമുണ്ടോ? ഉത്തരമില്ല. പക്ഷേ ആ പണം വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ഇൻകം ടാക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വിത്ഡ്രോവൽ രേഖകൾ സൂക്ഷിക്കുക. ഇനി റെയർ സാഹചര്യം നോക്കാം. ഇൻകം ടാക്സ് പരിശോധനയിൽ വീട്ടിൽ നിന്ന് വലിയ തുക കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർ പണത്തിന്റെ ഉറവിടം ചോദിക്കും. തെളിവുകൾ നൽകാൻ കഴിയില്ലെങ്കിൽ അത് അൺഅക്കൗണ്ടഡ് മണിയായി കണക്കാക്കാം. അങ്ങനെ ആയാൽ നികുതി കൂടാതെ വലിയ പിഴയും ഈടാക്കാം. ചില സാഹചര്യങ്ങളിൽ മൊത്തം തുകയുടെ വലിയ ശതമാനം വരെ നികുതിയും പിഴയും ചേർന്ന് അടയ്ക്കേണ്ടി വരാം. മറ്റൊരു പ്രധാന കാര്യം കാശ് ഇടപാടുകളിലെ നിയമപരമായ നിയന്ത്രണങ്ങളാണ്. വലിയ തുക കാശായി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വലിയ ഇടപാടുകൾ ബാങ്ക് വഴിയാക്കുന്നതാണ് സുരക്ഷിതം. ഇനി ചിലർ പറയുന്നത് വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലേ എന്ന്. സുരക്ഷയുടെ കാര്യത്തിൽ മോഷണം, തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വലിയ തുക ബാങ്കിൽ സൂക്ഷിക്കുന്നത് പ്രായോഗികമായും സുരക്ഷിതമാണ്. ചുരുക്കത്തിൽ വീട്ടിൽ എത്ര പണം വേണമെങ്കിലും സൂക്ഷിക്കാം. പക്ഷേ അതിന്റെ ഒരു ഉറവിടം തെളിയിക്കാൻ രേഖകൾ ഉണ്ടാകണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ബാങ്ക് ഇടപാടുകൾ ക്ലിയറായി സൂക്ഷിക്കുക. വലിയ കാശ് ഇടപാടുകൾ ഒഴിവാക്കുക. ഇവ പാലിച്ചാൽ നിയമപരമായ ഭയം വേണ്ട. ഈ വിവരം ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ ഫൈനാൻസ് വിവരങ്ങൾക്ക് കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.